ലീഡേഴ്സ് ടോക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സസന്തോഷം സ്വാഗതം. എന്താണ് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം? ഞാനും നിങ്ങളുമൊക്കെ വിഷാദരോഗത്തിൻ്റെ ചെറിയ ഒരു അംശത്തിലൂടെയെങ്കിലും കടന്നു പോകുന്നവരാണ്. എന്നാൽ അതിൻ്റെ അളവ് കൂടുമ്പോഴാണ് പ്രശ്നമാകുന്നത്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? അതുവരെ സന്തോഷം നൽകിയിരുന്ന ഒരു വസ്തു ലഭിക്കുമ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നാതിരിക്കുക, പിന്നെ ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, പെട്ടെന്ന് ദേഷ്യം വരിക, സമൂഹത്തോടും ജനങ്ങളോടും അനാവശ്യമായി വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുക. ഈ ലക്ഷണങ്ങളുള്ളവരൊക്കെ വിഷാദരോഗികളാകണമെന്നില്ല. ഇവ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതുവരെ ലഭിച്ചിരുന്ന സ്നേഹം പെട്ടെന്ന് ലഭിക്കാതിരിക്കുക, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന പരാജയം, ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ദുരനുഭവം. ഇനി ഇവ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കാതിരിക്കുക, നമ്മൾ ഏതെങ്കിലും പ്രവൃത്തിയിൽ വ്യാപൃതരാകുക, പിന്നെ മനസ്സിന് സങ്കടം വരുന്ന അല്ലെങ്കിൽ ദുഃഖം വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായി സംസാരിക്കുക, രാത്രി കുടുംബാംഗങ്ങളോടൊത്ത് അത്താഴം കഴിക്കുക, നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, ജീവിതശൈലി ക്രമപ്പെടുത്തുക, പിന്നെ പൊതുസമൂഹം നിഷിദ്ധമെന്ന് കരുതുന്ന ദുശീലങ്ങൾ പാടെ ഒഴിവാക്കുക. അതായത് ഒരാൾക്ക് ദുശീലമെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ നല്ല ശീലമായിരിക്കാം. ഇവിടെ നാം ഉദ്ദേശിച്ചത് പുകവലി, മദ്യപാനം, അതേപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കാം. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.